വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് വരുന്ന ആഴ്ചയിൽ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനു മുന്നേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിരുന്നു ഈ ഒരു FEG എന്ന് പറയുന്നത്. ആ ഒരു FEGയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും FEGs ഉണ്ട്, മന്ത്ലി FEGs ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. തൽക്കാലം ഒരു FEGയെ മാർക്ക് ചെയ്യുന്നുള്ളൂ. വീക്ക്ലി അനാലിസിസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിന്റെ താഴെയുള്ള അടുത്തൊരു FEGയെ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ആ ഒരു ലെവലിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 64.22 67.763 ആണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും, റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതെപ്പോഴും നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഇത്രയും ആണ് നമ്മൾ മന്ത്ലി ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് വീക്ക്ലി ചാർട്ടിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. വീക്ക്ലി ചാർട്ടിൽ വരുന്ന സമയത്ത് കുറച്ചും കൂടി താഴെ ഒരു പ്രധാനപ്പെട്ട ഏരിയ കാണുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിൽ പോയതാണ്. ആ ഒരു ലെവലിനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 61.600 ആണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം അതിലും ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി വീക്ക്ലി ചാർട്ടിൽ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലെവലിൽ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് ഓൾറെഡി പറഞ്ഞാണ്, എന്നാലും ഒരിക്കൽ കൂടി പറയാം. 63.771 അതുപോലെ തന്നെ 68.18 ആണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത്രയാണ് വീക്കിലിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് ഡെയിലിയിൽ പോയിട്ട് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കാം. ഡെയിലിയിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഒരു ഏരിയ ആണ്. ആ ഒരു ലെവലിനെ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് കുറച്ച് താഴോട്ടേക്ക് ഇറക്കുന്നുണ്ട്, കാരണം അവിടെ ഒരു FEG കൂടി ഉള്ളത് കൊണ്ടാണ് കുറച്ച് താഴോട്ടേക്ക് ഇറക്കുന്നത്. ആ ഒരു ലെവലിനെ നമ്മൾ അടയാളപ്പെടുത്തി അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 73.37 അതുപോലെ തന്നെ 69.415 ആണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഡെയിലിയിൽ നമ്മൾ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 4 ഹവറിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 4 ഹവറിലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവൽ നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈം ടച്ച് എടുത്തതാണ്. ആ ലെവലിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലെവലിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് 58.49 അതുപോലെ തന്നെ 60.21 ആണ്. ആ ഒരു റേഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 4 ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ബാക്കിയെല്ലാം നമ്മൾ 1 ഡേയിലും വീക്കിലിയിലും മന്ത്ലിയിലും മാർക്ക് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ 1 ഹവറിൽ പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 1 ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ആ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയും ഇവിടെ ബ്രേക്ക്ഔട്ട് സംഭവിക്കുക മാത്രമല്ല വലിയ രീതിയിലൊരു ക്യാൻഡിൽ അവിടെ നിന്ന് തന്നിട്ടുണ്ട്. ഒരു FEG തന്നിട്ടുണ്ടായിരുന്നു. ആ FEGയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് സപ്പോർട്ട് എടുത്ത് പതിയെ പതിയെ മുകളിലോട്ട് പോയി ഇപ്പോൾ നിൽക്കുന്നത് ഒരു FEGയിലാണ്. അപ്പോൾ ആ ഒരു FEGയെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരുപക്ഷെ താഴോട്ടേക്ക് മാർക്കറ്റ് ഒന്ന് കുറച്ച് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് 2 എൻട്രി സാധ്യതകളാണ് കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടുന്നത്. ഒന്ന്, ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നതിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ആ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഹൈ വരെ നമുക്ക് വരാവുന്നതാണ്. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 62.373 ആണ്. ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് നമുക്ക് ഈ ലെവലാണ്. അതിന്റെയും പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 63.610 ആണ്. അതിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ FEGയിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ഈ റെഡ് ലൈനിൽ നിന്നോ ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നല്ലൊരു കൺഫർമേഷനോട് കൂടി വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ഈ ലെവലിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടും. ഉറപ്പ് പറയാൻ കഴിയില്ല, കാരണം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഇത് സപ്പോർട്ട് ഏരിയയിലേക്കോ
അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വീണ്ടും ടാർഗറ്റ് കിട്ടാം. അല്ലെങ്കിൽ കൺഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിട്ട് ഈ ഒരു FEGനെ അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു FEGയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്ന അതായത് ഈ ഒരു ബ്രേക്ക് നടന്ന, അതായത് താഴോട്ടേക്ക് ബ്രേക്ക് നടന്ന ഏരിയയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹൈയും സിംഗ് ഹൈയും ടാർഗറ്റ് ആണ് മുകളിലോട്ട് പോകുന്ന സമയത്ത്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചയിലെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.